know me better? Who know me അല്ല who knows me? വീഡിയോ Who know? Okay. Who knows me better? ശബ്ദം കേട്ട് സാറ് പറയാതെ കംചോർ പോയി വേണ്ട എന്റെ ഈ സൈഡേ ഉണ്ടാവും നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഇതാവും ഹോസ്പിറ്റലല്ലേ ഞാൻ നിർത്തിയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ആണ്. ഈ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഹൂ നോസ് മീ ബെറ്റർ. അപ്പോൾ ഇന്ന് രണ്ടുപേരേ ഉള്ളൂ. ഒരു കുട്ടി ആബ്സെൻ്റ് ആണ്, ഗൗരി. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാനൊരു 15 ക്വസ്റ്റ്യൻസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു 14 ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ 15ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒരു ബുക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അല്ല, അവരുടെ സ്വന്തം ബുക്ക് തന്നെ. അപ്പോൾ ഇതിലാണ് ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഇവർ ആൻസർ ഫസ്റ്റ് എഴുതണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോന്നേരം വായിക്കും. നിങ്ങളുടെ പേര് എഴുതിക്കോ കേട്ടോ. സിയ എന്ന പേര് എഴുതിക്കോ, ഐഷ എന്ന പേര് എഴുതിക്കോ. എന്നിട്ട് ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴും ഇവർ അതിനനുസരിച്ച് അവസാനമാണ് ഞാനിത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നോക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് പേടിക്കണം. ഇല്ല. മൈ ഫേവറേറ്റ് കളർ. എന്നെ കാണിക്കണ്ട. നെക്സ്റ്റ്, ഞാൻ കോഫി ആണോ അതോ ടീ ആണോ പ്രിഫർ ചെയ്യാറ്? സോറി, സിയ. മൈ ഫേവറേറ്റ് ഫുഡ്. എപ്പോഴും ഞാൻ ഇത് കഴിക്കാൻ പോവാം എന്നാ പറയാ. എന്റെ ഒരു ക്ലൂ ഒന്നും വേണ്ട. ഇല്ല ക്ലൂ. അവ പിന്നെ അല്ല, നീ ഇത് കഴിക്കാൻ പോകാൻ ആവശ്യം. ഓക്കെ ഫൈൻ. എന്റെ നിക്നെയിം, എന്റെ ഒറിജിനൽ നെയിം നിങ്ങൾക്ക് അറിയാം, നിക്നെയിം അറിയാം. ഞാൻ ലാസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ പോയി കണ്ട ഫിലിം. ഐഷയ്ക്ക് എല്ലാം അറിയാം. അയ്യേ, സിയക്ക് എന്നെ പറ്റി ഒന്നും അറിയത്തില്ല. സമയമുണ്ട്. പാവമാണ്. അടുത്തത് നീ വീട്ടുകാരോടല്ലേ അവസാനം ക്ലൂ തരാൻ പറ്റില്ല. അടുത്ത ദിവസം ലാസ്റ്റ് ഇത് എനിക്ക് ആൻസർ ചെയ്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് ഉണ്ട് ടൈം. ഒരു മിനിറ്റ് ഒന്നുമില്ല, 30 seconds. എന്റെ ഫേവറേറ്റ് സീസൺ, എനിക്കിഷ്ടം ഈ ഒരു സീസൺ ആണ് ഇഷ്ടം. എനിക്ക് എന്താ ഇഷ്ടം? പിന്നെ എൻ്റെ ഷൂ സൈസ്, ഷൂ മീൻസ് ചെപ്പൽസിന്റെ സൈസ്, അത് സിയക്ക് നല്ലോണം അറിയാം. നിങ്ങൾ ചെറുതായിട്ടൊന്ന് സ്റ്റുഡിയോ എനിക്ക് ഇപ്പോൾ ഉള്ളത് 3 പെറ്റാണ്. ആ 3 പെറ്റിൻ്റെ പേരെഴുതണം. ഇപ്പം ഉള്ളത് എന്ന് വെച്ചാൽ 2 പേരെ എനിക്ക് മരിച്ചു കുറച്ച് ദിവസം മുന്നേ. അവരുടെ പേര് വേണ്ട. ഇപ്പോൾ ഉള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. ജീവനോടുള്ള എൻ്റെ 3 പെറ്റിൻ്റെ പേര്. ആരും ജാനെന്ന് വിളിച്ചതുപോലെ. അതൊന്നും എനിക്ക് ഡൗട്ട് അടിക്കും. ഇല്ല, പ്രാവൊന്നുമില്ല. എൻ്റെ 3 പെറ്റ്. അതെ. അതാണ്. ആരാണ് മരിച്ചതെന്ന് നമുക്ക് അറിയത്തില്ല. എൻ്റെ പേര് ഓക്കെ. റീസെൻ്റ്ലി ഞാൻ ട്രാവൽ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്ഥലം എനിക്ക് പോകണം എന്ന് പറഞ്ഞു. 2 സ്ഥലം നീ പറഞ്ഞു. 2 സ്ഥലം. ഓക്കെ, 2 സ്ഥലമുണ്ട്. ഒരു സ്ഥലം എഴുതിയാലും സന്തോഷം. ഓവർ സ്മാർട്ട് എഴുതാ ഐശ്വ 2 എഴുതും. 2 സ്ഥലം ഹാഫ്. ഓക്കെ, 2 സ്ഥലം എഴുതണം. വേണമെങ്കിൽ ഒന്ന് എഴുതിയാലും ഓക്കെ. ബിക്കോസ് 2 നീ പറയാറുണ്ട്. വേഗം ആവട്ടെ. ഞാനിപ്പോ എൻ്റെ പൈസ കിട്ടിയാല്
ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ കിട്ടുന്നതെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എന്തായിരിക്കും അത് സ്പെൻഡ് ചെയ്യുക, എന്ത് മേടിച്ചിട്ടായിരിക്കും അത് ഞാൻ സ്പെൻഡ് ചെയ്യുക? എന്ത് മേടിച്ചിട്ടായിരിക്കും? എന്തായിരിക്കും ഞാൻ ഒരു പൈസ, എനിക്ക് ഞാൻ എപ്പോഴും പറയും എനിക്ക് കുറേ പൈസ കിട്ടിയാൽ ഞാൻ ഇത് വാങ്ങിക്കും എന്നുള്ളത്. ഒരു കാര്യമുണ്ട്, ഒരു കാര്യം എന്ന് വെച്ചാൽ റാൻഡംലി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ജയിക്കും കേട്ടോ പാവന്റെ കൊച്ച്. റീസെന്റ് എനിക്കുണ്ടായ വിഷമം എനിക്കറിയത്തില്ല, എന്നോട് ചോദിച്ചാ എൻ്റെ ഓൾഡസ്റ്റ് ഫ്രണ്ട് ഇപ്പോഴും ഉണ്ട്. ഓൾഡസ്റ്റ് ഫ്രണ്ടിൻ്റെ നെയിം കുറച്ച് വർഷങ്ങളായി എനിക്കറിയാനുള്ള മൈ ഡ്രീം ജോബ്. ഉണ്ട് ഡ്രീം കുറേ ഞാൻ പറയാറുണ്ട്, പക്ഷെ ഐഷയ്ക്ക് അറിയായിരിക്കും. മൈ ഡ്രീം ജോബ് അറിയാം ഐഷയ്ക്ക്. എഴുതിയാ? പറഞ്ഞു. സെലിബ്രിറ്റി ക്രഷ്. ഞാൻ എൻ്റെ ഒരു സെലിബ്രിറ്റി ക്രഷ് ഉണ്ട്. അറിയാമോ? ഞാൻ ഈ ക്ലൂ പറഞ്ഞാൽ ചിലപ്പോൾ അറിയും. ചിരിക്കാതെ എനിക്ക് എക്സൈറ്റ്മെന്റ് ഡാൻസ്. ഒരു ക്വസ്റ്റ്യൻ, ഒരു ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. 14 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ ആണ് എനിക്ക് ഇനി കിട്ടാത്തത്. ആ ക്വസ്റ്റ്യൻ എന്നെ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ അത് ലാസ്റ്റ് മൂവി അല്ല, ഇത്രയും മതി. എന്റെ ശത്രുവിന്റെ പേര് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത. അയ്യോ അതല്ല, ഒരാളെ നിനക്ക് അറിയാം. എന്റെ ഫ്രണ്ട് ലിസ്റ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഫ്രണ്ട്സ് ലിസ്റ്റിൽ എനിക്ക് ഇല്ല. എടി അങ്ങനെയില്ല, എന്റെ ഒരു ഫ്രണ്ട്, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഫ്രണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു, പക്ഷെ എനിക്ക് ഇഷ്ടമില്ല. 13 എന്തായിരുന്നു? ഡ്രീം ജോബ്. ഭയങ്കര ഒരു യൂട്യൂബർ എന്നാണ് വിചാരം. എന്നാണ് ഡ്രീം ജോബ്. അല്ല അല്ല ഞാൻ അപ്പോ നമുക്ക് നോക്കാം. ഇവളാണ് ഫേക്ക് ഫ്രണ്ട്. ഞാൻ നോക്കട്ടെ. 13 ഡ്രീം ജോബ്. മതി സമയം കഴിഞ്ഞേ. അല്ല 5 ഞാൻ ഏത് മൂവിയാണ് തിയേറ്ററിൽ പോയി കണ്ടത് ലാസ്റ്റ് ആയിട്ട്? ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക് 4, ടിക് ടിക് 5. ഓക്കെ ഒരു വീഡിയോ നോക്കിയാലേ. അപ്പൊ നമുക്ക് നോക്കാം. മൈ ഫേവറേറ്റ് കളർ യെല്ലോ. അപ്പോ ഐഷ, ഐഷയ്ക്ക് ഒരു പോയിന്റ്. കോഫി ഓർ ടീ? കോഫി. ഫുഡ്? ബ്രോസ്റ്റഡ്. ബിരിയാണി. അയ്യേ പാവം. ബ്രോസ്റ്റഡ്. എന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിക്നെയിം ഗൗരി. പെട്ടെന്ന് നിക്നെയിം ഗൗരി. ഓക്കെ. ലാസ്റ്റ് മൂവി അയ്യോ സോറി. ഫേക്ക് ഫ്രണ്ട് ആണ്. വിന്റർ. ഓക്കെ അതറിയാം. ഷൂ സൈസ്? 7. അങ്ങനെയല്ല, 30 വെച്ച് പറ. 7 ആവുമ്പോ 30 വരുമ്പം 32. ഞാൻ 36. 36. നിക്ക് ഞാൻ പെറ്റിന്റെ ഒരു പേര് എഴുതാം. സമയം കഴിഞ്ഞു. ഓടിയ റാംബോ. ഞാൻ 2 ട്രാവൽ ചെയ്യാൻ തന്നെയാണ് ഏറ്റവും കന്യാകുമാരി പൊന്മുടി. അയ്യോ ഞാൻ നേരത്തെ പറഞ്ഞതാ. റീസെന്റ് ഇവളടുത്ത് പറഞ്ഞോണ്ട് നടക്കുന്നില്ല.
ഞാൻ എന്ത് വാങ്ങിക്കാനായിരിക്കും പൈസ ഉള്ളപ്പോ? ഐഫോൺ. അത് ഐഷയാണല്ലേ പറഞ്ഞിട്ട്. ഓ ഐശക്കാണ് റെയർ ബ്യൂട്ടി വാങ്ങിച്ചെടുക്കാന്ന് പറഞ്ഞേ. ഓൾഡസ്റ്റ് ഫ്രണ്ട് എല്ലാവർക്കും അറിയാം. ഫുഡ് ബ്ലോഗർ അല്ല, HR. ഡ്രീം ജോബ് ടെക്നോ പാർക്ക് എന്ന് പറഞ്ഞ ജോബ് അല്ല. ടെക്നോ പാർക്കിൽ HR ആണ്. ഓക്കെ ഓക്കെ, ഇതൊക്കെ കൊടുക്കേ. നീ എന്താ പറഞ്ഞേ? ഫുഡ് ബ്ലോഗർ. എനിക്ക് ഇഷ്ടമില്ല. ഒരു മിനിറ്റ്, ഇത് കുറച്ച് ക്രൂഷ്യൽ ആണ്. സെലിബ്രിറ്റി ക്രഷ് ആയിരുന്നു. എന്റെ അടുത്ത് ഇവിടെ ഇതൊന്നും പറഞ്ഞിട്ടില്ല. വിജയ് ദേവർകൊണ്ടാണ് എനിക്ക് ഇഷ്ടം. സ്റ്റീവ് ജോബ്സ് പാവം കേട്ടോ എന്നെ കൊച്ചു. 1 2 3 4 5 7. Wow guys, Aisha 50 out of 50. Wow. Guys, സ്വന്തമായിട്ട് വെരി ഗുഡ് ഇട്ട് സ്റ്റാർ ഇട്ട് ഐസ്ക്രീം വരയ്ക്കാനോ. അപ്പൊ ഗൈസ്, എന്താണ് നിങ്ങക്ക് പറയാനുള്ളത്? ഇപ്പൊ എന്താണ് മനസ്സിലായത്? ബ്ലാക്ക് ആണ് അല്ല, യെല്ലോ ആണ്. എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അത് പറയുന്നില്ല, മനസ്സിലാക്കണം. ബിരിയാണി അതോ ബിരിയാണി ഞാൻ എപ്പോ പറഞ്ഞു? ഇന്നലെ ഗൈസ് ഒരു ബിരിയാണി കഴിച്ചോളാം എന്ന് ഞാൻ പറഞ്ഞു. അതിനാണ്. പിന്നെ ഫിലിം അതെനിക്ക് മറന്നുപോയി. അല്ല, മഞ്ഞുമൽ ബോയ്സ് കഴിഞ്ഞ് നമ്മൾ വേറെ ഏതോ മൂവി കണ്ടില്ലേ? ഉള്ളവർക്കിന് മുന്നേ മറ്റേ നമ്മൾ രണ്ടും പോയ മൂവിയാ, ഗൗരി വരാതെ ഗൗരി കഴിയാണ്ടായ. അത് നമ്മൾ എന്തോ ഒരു മൂവി കണ്ടായിരുന്നു. മറ്റേ എന്താണ്, ഗുരുവായൂരം. പിന്നെ വിന്റർ ആണ്. പൊന്മുടിയെ കഴിഞ്ഞ ശേഷം നമ്മൾ പ്ലാൻ ചെയ്ത പൊന്മുടി ഞാൻ എപ്പോഴും പറയൂലായിരുന്നു ഈ ഇടയ്ക്ക്. അതിനിപ്പോ അതിലൊരു എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. സോ ഗൈസ്, എപ്പോഴും പറഞ്ഞു. പിന്നെ ഇതില് 8 ഒന്നുമില്ല, ഇതൊക്കെ തെറ്റാണ്. 6 out of 15 ആണ്. സോ ബാഡ്. സത്യം പറഞ്ഞ 0. ഗൈസ്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നെ ഏറ്റവും കൂടുതൽ അറിയാന്നുള്ളത് ഐഷ സീമാണ്. എന്റെ തലയിൽ ഭയങ്കര സെലിബ്രേഷൻസ് ഒക്കെ ചോദിച്ചില്ല. അപ്പൊ ഗൈസ്, ഇതാണ് ഇന്നത്തെ വീഡിയോ. ഞാനാണ് ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട്. ഇതില് നമുക്ക് ഗൗരിയുടെ കമന്റ് വരാൻ ചാൻസ് ഉണ്ട്. ഗൗരിക്കാണ് കൂടുതൽ അറിയാന്നുള്ള ഇവളെല്ലാം പറയുമെന്ന് ചിലപ്പോൾ ചുമ്മാ പറഞ്ഞുകൊണ്ട് നടക്കും, പക്ഷെ അല്ല. അപ്പൊ ഗൈസ്, ഇതായിരുന്നു ഇന്നത്തെ എന്റെ വീഡിയോ. ഇനിയും ഇങ്ങനത്തെ കുറച്ച് ഫ്രണ്ട്സ് ആയിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ വേണോ, ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ആവും. ചെയ്യലെന്നല്ല, ചെയ്യണം എന്ന് പറയണേ. ഓവർ ആക്ടിങ് ആണെങ്കിൽ അതും കമന്റ് ചെയ്യാം. അയ്യോ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓവർ ആക്ടിങ് ആണെങ്കിൽ ഡു കമന്റ്. നമുക്ക് മാറ്റാൻ നോക്കാം. ഓക്കെ, ബൈ.